ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഏക് ദിൻ കാ എന്ന കവിത അടിസ്ഥാനമാക്കി നൽകിയ ആക്ടിവിറ്റികളും അതിന്റെ ഉത്തരങ്ങളും മലയാളം അർത്ഥത്തോടുകൂടി ഇവിടെ ചർച്ച ചെയ്യുന്നു. ആക്ടിവിറ്റി 1. നമൂനെ കെ അനുസാർ കവിത കി പംക്തിയാ ബദൽക്കർ ലിഖിയേ. മാതൃക അനുസരിച്ച് കവിതയിലെ വരികൾ മാറ്റിയെഴുതുക. അതായത് തന്നിരിക്കുന്ന ഉദാഹരണം പോലെ മാറ്റിയെഴുതുക. ഉദാഹരണം: ഏക് ദിൻ കാ ആँख में मेरी पड़ा. മേരി ആँख में एक तिनका पड़ा. ഒരു ചെറിയ ഒരു വസ്തു തന്റെ കണ്ണിൽ വീണു. എന്റെ കണ്ണിൽ ഒരു ചെറിയ ഒരു വസ്തു വീണു. ഇനി നമുക്ക് ആൻസർ നോക്കാം. ഏക് ചുപ്കെ സെ ഭാഗ് ഗയി. ഭാഗ് ഗയി ചുപ്കെ സെ. 2 मुंडेर पर खड़ा था. खड़ा था मुंडेर पर. 3 लाल होकर आँख भी दुखने लगी. आँख लाल होकर भी दुखने लगी. 4 दूर से आकर आँख में पड़ गया. आँख में दूर से आकर पड़ गया. एक्टिविटी 2. आशय समझें, सही वाक्य बनाएं. അർത്ഥം മനസ്സിലാക്കി ശരിയായ വാചകമുണ്ടാക്കുക. ചോദ്യങ്ങൾ: ചുപ്കെ സെ ഭാഗ് ഗയി. മുണ്ടേർ पर खड़ा था. लाल होकर दुखने लगी. दूर से आकर आँख में पड़ गया. അർത്ഥങ്ങൾ: രഹസ്യമായി ഓടിപ്പോയി. അരഭിത്തിയിൽ നിൽക്കുകയായിരുന്നു. ചുവന്നു, വേദനിക്കാൻ തുടങ്ങി. ദൂരെ നിന്ന് വന്നു കണ്ണിൽ വീണു. ഉത്തരം, അതായത് ശരിയായ വാക്യങ്ങൾ: വഹ ചുപ്കെ സെ ഭാഗ് ഗയി. വഹ മുണ്ടേർ पर खड़ा था. आँख लाल होकर दुखने लगी. एक तिनका दूर से आकर आँख में पड़ गया. एक्टिविटी 3. कविता की विवेचनात्मक टिप्पणी लिखिए. കവിതയുടെ വിവരണാത്മക വിലയിരുത്തൽ എഴുതുക. उत्तर: अयोध्या प्रसाद सिंह हरिऔध की कविता एक तिनका में अहंकार की निरर्थकता और उसके परिणाम को दर्शाया गया है. कवि बताते हैं कि वे घमंड और ऐंठ में भरकर मुंडेर पर खड़े थे. तभी दूर से उड़कर आया एक छोटा सा तिनका उनकी आंख में गिर गया. उस छोटे से तिनके ने आंख को लाल कर दिया, पीड़ा दी और कवि असहाय हो गए. जब किसी तरह वो तिनका आंख से निकल गया तो समझ ने कवि को ये सिखाया कि तू किस बात पर इतना ऐंठता रहा. तुझे तो गिराने के लिए एक छोटा सा तिनका ही काफी था. इस कविता का मुख्य संदेश यह है कि अहंकार चाहे कितना भी बड़ा हो, उसे तोड़ने के लिए बहुत बड़ी शक्ति की आवश्यकता नहीं पड़ती. कभी कभी एक छोटी सी वस्तु भी उसे चूर चूर कर सकती है. അയോധ്യ പ്രസാദ് സിംഗ് ഹരിഔധ എഴുതിയ ഒരു തിനക കവിതയിൽ മനുഷ്യന്റെ അഹങ്കാരം എത്ര ചെറിയ കാരണത്താൽ പോലും തകർന്നു പോകാം എന്ന സത്യം വെളിപ്പെടുന്നു. കവിയത്രി പറയുന്നു, താൻ വലിയ വീമ്പോടെയും അഹങ്കാരത്തോടെയും മതിലിന്മേൽ നിന്നുകൊണ്ടിരിക്കുമ്പോൾ ദൂരത്തുനിന്ന് പറന്നുവന്ന ഒരു ചെറു തിനക കണ്ണിൽ വീണു. അതുമൂലം കണ്ണ് ചുവന്നു, വേദനിച്ചു, അസഹനീയമായ വിഷമം അനുഭവപ്പെട്ടു. ഒടുവിൽ ആ തിനക പുറത്തു വന്നപ്പോൾ ബോധം അഥവാ സമജ് കവിയോട് പറഞ്ഞു, നീ എന്തിനാണ് ഇത്രയും അഹങ്കരിച്ചത്? നിന്നെ തകർക്കാൻ ഒരു ചെറു തിനക തന്നെ മതിയായിരുന്നു. ഈ കവിതയുടെ പ്രധാന സന്ദേശം മനുഷ്യൻ എത്ര മഹത്തായവനാണെന്ന് കരുതിയാലും ചെറിയൊരു കാരണത്താൽ പോലും തകർന്നുപോകാൻ ഇടയുണ്ട്.